ഹായ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. ഇന്നൊരു ചെറിയ വ്ളോഗാണ്. ശ്രീകൃഷ്ണ ജയന്തി ആയിട്ട് നമ്മൾ ഇസ്കോൺ ടെമ്പിളിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളാണ് കേട്ടോ. മെട്രോയിലാണ് പോയത്. നമുക്ക് മഹാലക്ഷ്മി ലേഔട്ടിൽ ഇറങ്ങാം, അതല്ലെങ്കിൽ സോപ്പ് സാൻഡൽ ഫാക്ടറിയിൽ ഇറങ്ങാം. അങ്ങനെ 2 സ്റ്റോപ്പുണ്ട് നമ്മുടെ ദാസറഹള്ളിയിൽ നിന്ന്. അപ്പോൾ ഏതിലാന്ന് വെച്ചാൽ നിയർ ബൈ ആയിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കുറച്ചൊന്നും നടക്കാനേ ഉള്ളൂ. ഇസ്കോൺ ടെമ്പിളിൽ റോഡ് സൈഡ് തന്നെയാണ്. അപ്പോൾ അത് അങ്ങോട്ട് പോയിട്ടുള്ള ഒരു ചെറിയ വിശേഷമാണ്. ഇന്നലെ വൈകിട്ടാണ് പോയത്. ശ്രീകൃഷ്ണ ജയന്തി ആയതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. അപ്പോൾ അത് അമ്പലമൊന്നും കാണാനേ ഇല്ല. നല്ല അമ്പലമാണ്, കാണാനൊക്കെ നല്ല ഭംഗിയുള്ളൊരു അമ്പലമാണ് കേട്ടോ. അത് ഞാൻ കാണിച്ചു തരാം. നെക്സ്റ്റ് വീഡിയോ മുഴുവനായിട്ട് കാണണം. പതി വരുന്നുണ്ട്. ഇത് ഇന്നലത്തെ തിരക്കാണ് കേട്ടോ. മൊത്തം റോഡും എല്ലാം അവിടെയും നിറയെ ആൾക്കാരായിരുന്നു. പിള്ളേരൊക്കെ അങ്ങ് പോയിട്ട് നിറയെ തിരക്കൊക്കെ ആയിരുന്നു. നമ്മൾ വൈകുന്നേരമാണ് പോയത്. മെട്രോൻ്റെ അവിടെയാണെങ്കിലും റോഡ് ട്രാഫിക് എല്ലാം ഫുള്ള് തിരക്കായിരുന്നു കേട്ടോ അമ്പലത്തിൽ പോകുമ്പോൾ. ഈ വീഡിയോയിലാണെങ്കിൽ അമ്പലമൊക്കെ അത്ര അങ്ങ് നമുക്ക് ക്ലിയറായി കാണാൻ പറ്റുന്നില്ല, കാരണം നല്ല തിരക്കായിരുന്നു. പിന്നെ നൈറ്റ് വ്യൂ ആണ്, രാത്രിയാണ് പോയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ കുറച്ചുണ്ട്. പക്ഷെ നമ്മൾ മുന്നേ പോയൊരു വീഡിയോ കൂടി ഞാനിതിൽ ചേർക്കാം കേട്ടോ. അപ്പോൾ അതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. നല്ല അമ്പലമാണ്. ഇതിൻ്റെ ഉള്ളിലെല്ലാം ഗോൾഡ് കൊണ്ടാണ് കേട്ടോ എല്ലാം ചെയ്തിരിക്കുന്നത്. പിന്നെ ഇവർ ഹരേ രാമ ഹരേ കൃഷ്ണ എന്ന് പറയണം, അതൊക്കെ കേൾക്കാനും നല്ല രസമാണ്. പക്ഷേ ഈ തിരക്ക് കാരണം നമുക്കിതിൽ അത്രയൊന്നും കാണാനൊന്നും പറ്റുന്നില്ല. ഇതെല്ലാം മെട്രോ സ്റ്റേഷൻ ഇറങ്ങിയിട്ട് നമ്മൾ കുറച്ച് അവിടെ തന്നെ നല്ല തിരക്കാണ്. നല്ല ക്യൂ ഉണ്ടായിരുന്നു. നമ്മൾ ചപ്പലൊക്കെ വെക്കാൻ ചപ്പൽ വെക്കാനൊന്നും പറ്റില്ല. അങ്ങനത്തെ സിറ്റുവേഷനൊക്കെ കാരണം നമ്മൾ കയറി വന്ന് അമ്പലത്തിൻ്റെ അവിടെ എത്താൻ ക്യൂ നിൽക്കാനൊക്കെ കുറേ സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അമ്പലത്തിൻ്റെ അവിടെ എത്തിയപ്പോൾ കയറി പോകാൻ പറയുന്നുണ്ട്. ഇത് ജസ്റ്റ് ഫ്രണ്ടിലേക്ക് പോകാനും അവിടെ ഉള്ളിലും ക്യൂ ഉണ്ട്. ഇത് അവിടുത്തെ ഫ്ലൈ ഓവറാണ്. രാജാജിനഗറിലുള്ള എന്തെങ്കിലും തിരക്കുണ്ടാവാറുണ്ട്. വിശേഷ ദിവസങ്ങളിലാണെങ്കിൽ നമ്മൾ ക്യൂ ഒക്കെ നിന്നിട്ടാണ് കാണാൻ പറ്റുക. പിന്നെ അവിടെ അന്നദാനം, ഭക്ഷണം അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട്, പ്രസാദമൊക്കെ. അപ്പോൾ ഇന്നലെ അതൊന്നും പറ്റിയില്ല. നമ്മൾ പെട്ടെന്ന് തന്നെ തൊഴുതിറങ്ങുകയാണ് ചെയ്തത്. പെട്ടെന്നല്ല, കുറേ നേരം ക്യൂ നിന്ന് അങ്ങനെയാണ് തൊഴുതിറങ്ങിയത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അവിടെ നിന്നൊന്നും കഴിക്കാനൊന്നിനും പറ്റിയില്ല. പിന്നെ തിരിച്ചു വരുമ്പോഴും മെട്രോന് അവിടെ നിന്ന് കയറാനൊന്നും പറ്റിയില്ല, നല്ല തിരക്കായിരുന്നു. അതുകൊണ്ട് വേറെ സ്റ്റേഷനിൽ പോയിട്ടൊക്കെയാണ് തിരിച്ചു വന്നത്. അപ്പോൾ ഇതാണ് ഇന്നലത്തെ വിശേഷങ്ങൾ. ഇനി ഇതിൻ്റെ കൂടെ ഞാൻ അമ്പലത്തിൻ്റെ കുറച്ചും കൂടി ക്ലാരിറ്റി ആയിട്ടുള്ളത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ മുമ്പ് അച്ഛനും അമ്മയൊക്കെ നാട്ടിൽ നിന്ന് വന്ന സമയത്ത് ഇസ്കോൺ ടെമ്പിളിൽ പോയ വീഡിയോ ആണ്. മെട്രോയിൽ തന്നെയാണ് അന്നും പോയത്. മെട്രോയിൽ പോവുകയാണ് കുറച്ചും കൂടി നല്ലത് കേട്ടോ. വേഗം എത്താൻ പറ്റും, ട്രാഫിക്കൊന്നും നമുക്ക് കിട്ടത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മളങ്ങനെ മെട്രോയിലായിരുന്നു എല്ലാവരും കൂടി പോയിട്ടുണ്ടായിരുന്നത്. അന്ന് നമുക്കത്ര തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. എന്നാലും ക്യൂ ഒക്കെ ഉണ്ടായിരുന്നു. നമ്മൾ മെട്രോയിലൊക്കെ പോകുമ്പോൾ ഇപ്പോൾ മെജസ്റ്റിക്കിലോട്ടോ വേറെ എങ്ങോട്ടെങ്കിലും ദൂരത്തേക്ക് പോകുമ്പോൾ തന്നെ കാണാം കേട്ടോ ഈ അമ്പലം. നമുക്ക് മെട്രോയിലിരിക്കുമ്പോൾ തന്നെ കാണാൻ പറ്റും. ആ വ്യൂ നല്ല വ്യൂ ആണ് കേട്ടോ. അപ്പോൾ അതാ അവിടെ ഇറങ്ങിയിട്ട് നമ്മൾ ചെരുപ്പൊക്കെ വെക്കാനുണ്ട്. ചെരുപ്പ് ഒരു ചാക്ക് പോലെ ആക്കിയിട്ട് നമ്മൾ അവിടെ ഇങ്ങനെ കൊടുക്കുക ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് വേറെ സെക്ഷൻ ഉണ്ട് കേട്ടോ. അതൊക്കെ കൊടുക്കൽ കഴിഞ്ഞിട്ട് നമ്മൾ ഈ സ്റ്റെപ്പ് കയറി, ഇത് അതിൻ്റെ ഫ്രണ്ട് സൈഡാണ്. കുറച്ച് നമ്മളൊരു ബ്രിഡ്ജൊക്കെ ഉണ്ട്, അതൊക്കെ കയറിയിട്ട് വേണം വരാൻ. ഫ്ലൈ ഓവറൊക്കെ ഉണ്ട്, അപ്പോൾ അതൊക്കെ കയറിയിട്ട് വേണം വരാൻ. എന്നിട്ട് ഇതാ ഉള്ളിലേക്ക് വരുമ്പോഴുള്ള സീനാണ് കേട്ടോ ഇത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ എപ്പോഴും ഇവർ പാട്ടൊക്കെ വെച്ചിട്ട്, കൃഷ്ണൻ്റെ പാട്ടൊക്കെ വെച്ചിട്ട് ഡാൻസും നല്ല അപ്പോൾ ഇവിടെ ഉള്ളിലുള്ള വിഗ്രഹം കൃഷ്ണനും രാധയുടെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ 2 സൈഡായിട്ടുണ്ട്. അവിടുത്തെ പൂജയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇവിടെ ഫുള്ള് ഗോൾഡാണ് കേട്ടോ അവിടെ. അതിനുശേഷം നമുക്ക് താഴോട്ട് പോയി കഴിഞ്ഞാലും ഇങ്ങനെ ഒരു ബുക്ക് സ്റ്റോൾ പോലെയും എക്സിബിഷൻ പോലെയൊക്കെയാണ് കേട്ടോ. ഡ്രസ്സ് അങ്ങനെ കൃഷ്ണൻ്റെയൊക്കെ സംബന്ധമായിട്ട് കുറച്ച് ബുക്സ്, അതുപോലെ നമ്മുടെ വിഗ്രഹങ്ങൾ അങ്ങനെയൊക്കെ വിൽക്കാനൊക്കെ ആയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം പിന്നെ ഒരു ഫുഡിൻ്റെ സെക്ഷനും കൂടിയുണ്ട് അപ്പുറത്തെ സൈഡിൽ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ പിന്നെ ഇറങ്ങുന്നത്. പിന്നെ ഇറങ്ങി വരുമ്പോൾ നമുക്ക് അവിടെ ഭക്ഷണം, ചിലപ്പോൾ പ്രസാദം എന്തെങ്കിലും കൊടുക്കുന്നുണ്ടാവും. അപ്പോൾ അതൊക്കെ എടുക്കാം. അതുപോലെ അന്നദാനം ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതൊക്കെ വേണമെങ്കിൽ കഴിക്കാം. അങ്ങനെ താഴോട്ട് അങ്ങനെയായിട്ട് നമ്മൾ ഇറങ്ങി വരുന്നത്. അപ്പോൾ ഇത് അവിടെ നിന്ന് എടുത്ത കുറച്ച് ഫോട്ടോസൊക്കെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കട്ടോ. പിന്നെ നമ്മൾ തിരിച്ചു വന്നത് മെട്രോ തന്നെ ആയിരുന്നു. പിന്നെ ഇതിൻ്റെ കൂടെ ഞാനൊരു വീഡിയോ കൂടി അറ്റാച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും കാണണേ. നമ്മൾ ശ്രീകൃഷ്ണ ജയന്തിക്ക് ഇവിടെ NSSൻ്റെ ഗ്രൂപ്പും അല്ലെങ്കിൽ ബാലഗോകുലത്തിൻ്റെ ഗ്രൂപ്പും അങ്ങനെ അമ്പലത്തിൻ്റെ വകയായിട്ട് കൃഷ്ണനും രാധയുടെയൊക്കെ വേഷം കെട്ടിയിട്ട് നാട്ടിൽ ചെയ്യുന്ന പോലെ തന്നെ ഒരു ഘോഷയാത്രയൊക്കെ ചെയ്യാറുണ്ട്. പക്ഷേ ഇപ്രാവശ്യം നമ്മുടെ വയനാട് ദുരന്തം കാരണം ഇവിടെ എല്ലാ ആഘോഷങ്ങളും അങ്ങനെ മാറ്റിവെച്ചു. അതുകൊണ്ട് ഇവിടെ ഇപ്രാവശ്യം ആഘോഷങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇത് ഞാൻ കഴിഞ്ഞ വർഷം ഇവരെ കൊണ്ട് ഇങ്ങനെ വേഷം കെട്ടിപ്പിച്ചിട്ടുണ്ട്
ഒരുക്കിയിട്ടുണ്ടായിരുന്നു. മോളെ രാധയായിട്ടും മോനെ കൃഷ്ണനായിട്ടും ഒരുക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോസ് ഫോട്ടോസൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൂടി കാണണേ. നല്ല രസമാണ്. കുട്ടികളൊക്കെ നല്ലോണം ഇഷ്ടപ്പെട്ട ഒരു ഭാഗമാണ് കേട്ടോ അത് ഘോഷയാത്ര. പിന്നെ അമ്പലത്തിൽ പോയിട്ട് അവിടെ ഉറിയടി മത്സരം അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊന്നും ഇപ്രാവശ്യം ഉണ്ടായിരുന്നില്ല. നമ്മുടെ അയ്യപ്പൻ്റെ അമ്പലത്തിൽ ഉറിയടി കുട്ടികൾക്കായിട്ടും വലിയവർക്കായിട്ടും ഒക്കെ ചെയ്യാറുണ്ട്. പിന്നെ ഉണ്ണിയപ്പം പാൽപ്പായസം അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ അമ്പലത്തിൽ പോയപ്പോൾ പാൽപ്പായസം ഉണ്ണിയപ്പമൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ഇവിടുത്തെ കുറച്ച് വിശേഷങ്ങൾ. അപ്പോൾ ഞാൻ ഡ്രസ്സ് ചെയ്തിട്ടുള്ള ആ ഒരു കുറച്ച് ഫോട്ടോസൊക്കെ അങ്ങ് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ വീട്ടിൽ തന്നെ മേക്കപ്പൊക്കെ ചെയ്തു കൊടുത്താണ് കേട്ടോ. പീലിയൊക്കെ വെച്ച് വളയും മാലയൊക്കെ ഇട്ട് കൊടുത്ത് കൃഷ്ണനും രാധയൊക്കെ ആയിട്ട് ഒരുക്കിയിട്ട്. എന്നിട്ട് കുറച്ച് നടക്കാനൊക്കെ ഉണ്ട്. നമ്മൾ അവിടെ ഒരു ഓഫീസ് ഉണ്ട്, അവിടെ പോയിട്ട് ഇവിടെ മുതൽ അമ്പലം വരെ നടക്കാനുണ്ട്. അപ്പോൾ അത് അവിടെ എല്ലാവരും ഒരുങ്ങി നിൽക്കുന്നതാണ് കേട്ടോ കാണുന്നത്. അപ്പോൾ കുറേ പേരൊക്കെ വീട്ടിൽ നിന്ന് തന്നെ ഒരുങ്ങി വന്നിട്ടുണ്ട്. അതല്ലാത്തവർ അവിടെ ഒരുക്കുന്നുണ്ട്, ഓടക്കുഴലൊക്കെ കൊടുക്കുന്നുണ്ട്. കുറേ കുട്ടികളുണ്ട് കേട്ടോ. എല്ലാവരും ഭയങ്കര ഇൻട്രസ്റ്റഡ് ആണ് കേട്ടോ. സ്കൂളൊക്കെ കഴിഞ്ഞിട്ട് വൈകുന്നേരമായിരുന്നു കേട്ടോ പരിപാടി ഉണ്ടായിരുന്നത്. അപ്പോൾ അതെല്ലാവരും ഒരുങ്ങിയൊക്കെ വന്ന് നിന്നിട്ട് ഇങ്ങനെ ഒരു രഥം ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഭാരതാംബ അതുപോലെ കൃഷ്ണനും രാധയും വലിയ കുട്ടികൾ ഒരുങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ചെറിയ കൃഷ്ണനും രാധകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നിറയെ വേഷങ്ങളുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ എല്ലാവരും നടന്നു വന്നിട്ട് അമ്പലത്തിലെത്തി. അമ്പലത്തിൻ്റെ സ്റ്റേജിൻ്റെ മേലെ എല്ലാവരും അറേഞ്ച് നിർത്തുന്നതൊക്കെയാണ് കേട്ടോ ഇത്. അറേഞ്ച് ചെയ്ത് നിർത്തുവാണ് എല്ലാവരെയും. അപ്പോൾ അവിടെയൊക്കെ നിർത്തി ഫോട്ടോ എടുക്കുകയാണ്. പിന്നെ എല്ലാ കൃഷ്ണനും രാധയ്ക്കൊക്കെ പായസം ഉണ്ണിയപ്പമൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇടയിൽ പാല് വെള്ളമൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പാലും വെള്ളം ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ അവർ എൻജോയ് ചെയ്തിട്ട് ഇതേ അമ്പലത്തിലൊക്കെ എത്തി. അങ്ങനെ രാത്രിയായി. പിന്നെ മക്കൾ ഒരുവിധമൊക്കെ ക്ഷീണിച്ചു, നടത്തമൊക്കെ ആയിട്ട് എല്ലാവരും ക്ഷീണിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ചെരുപ്പൊക്കെ ഇടാതെയാണ് ഇവർ നടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ റോട്ടിൽ കൂടെ ചെരുപ്പൊക്കെ ഇടാതെ നമ്മൾ നടന്നിട്ടുണ്ടായിരുന്നു. പിന്നെ സ്റ്റേജിൽ കയറി അങ്ങനെ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ ഇതാ നമ്മളപ്പോൾ ഇനി പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് തിരിച്ചു പോവുകയാണ്. അപ്പോൾ എനിക്കും ഭയങ്കര ഇഷ്ടമാണ് ശ്രീകൃഷ്ണ ജയന്തിക്ക് കുട്ടികളെ ഇങ്ങനെ കൃഷ്ണനും രാധയൊക്കെ ആക്കിയിട്ട് ചെയ്യും വേഷമൊക്കെ ഇടുന്നത്. എല്ലാ പ്രാവശ്യവും നമ്മൾ ചെയ്യാറുണ്ട്. ഇപ്രാവശ്യം മാത്രം നമ്മുടെ വയനാട്ടിൽ ദുരന്തം നടന്നതുകൊണ്ട് മാത്രം നമ്മളവിടെ ചെയ്തിട്ടില്ല. ചെറിയ രീതിയിൽ ഇവർ ബാലഗോകുലത്തിൽ ഇനി ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാനിനി ഇടാം കേട്ടോ. പിന്നെ അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ കൃഷ്ണനും രാധയുടെയൊക്കെ വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അതേ ക്ഷീണിച്ചിട്ടിരിക്കുവാണേ, കാലിലൊക്കെ എന്തോ കല്ലൊക്കെ കുത്തി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അമ്പലത്തിലിരുന്ന് നോക്കുകയൊക്കെയാണ് കേട്ടോ. അപ്പോൾ രണ്ടാളും നന്നായി ക്ഷീണിച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ. ആ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ. എന്നാൽ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം അല്ലേ. പിന്നെ ഈ ഫോട്ടോസ് നാട്ടിലെ വീട്ടിൽ അമ്മ പൂജയ്ക്കൊക്കെ ഒരുക്കിയ കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ അതുകൂടി ഒന്ന് കണ്ടു നോക്കണേ. അപ്പോൾ ഇതും നല്ല രസമായിട്ടുണ്ട്. അപ്പോൾ അതാ ഫോട്ടോസ് മാത്രമേ കിട്ടിയുള്ളൂ. അപ്പോൾ അതുകൂടി അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കണ്ടു നോക്കണം കേട്ടോ. കുറേ വിശേഷങ്ങളുണ്ട്. അപ്പോൾ എല്ലാവർക്കും കൃഷ്ണൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.